ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ പോവുകയാണ്. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സ്ഥലത്തിന് പേര് എന്തെന്ന് മറൈഗുഡ എന്നാണ്. ഈ മറൈഗുഡ എന്ന് പറഞ്ഞാൽ കന്നഡ പേരിട്ട മരം കുന്ന് എന്നാണ് അതിനർത്ഥം. ഈ സ്ഥലത്തിന് എന്താ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റോറി അന്വേഷിച്ച് പോവുകയാണെന്ന്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെക്കാളും മുമ്പ് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. അവരൊന്നിച്ച് ഇപ്പം നമ്മൾ എത്തണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആണ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് സ്റ്റോറി പറയാനുള്ള സ്ഥലമാണ് നമ്മൾ ഈ പ്ലേസിന്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാട്ടോ. പക്ഷേ കഥക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രക്കിംഗ് വീഡിയോ പോലെ തന്നെ ഉണ്ട്. കാരണം പറഞ്ഞാൽ അങ്ങെത്തണം ഒരു ഫോറസ്റ്റ് പ്ലാന്റേഷനാണ്. ഇത് കൊറ്റയില്ലേ, അതിൻ്റെ പ്ലാന്റേഷനാണ്. അതിൻ്റെ മുകളിലാണ് ഉള്ളത് ഈ സംഭവം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അവിടെ പോകട്ടെ നമുക്ക്. ഇത് പ്ലാന്റേഷനാണ്. ഇതൊന്നുമല്ല കേട്ടോ, ഇതിനേക്കാളും കുറേ മുകളിൽ കയറണം. അവർ വരുന്നതല്ലേ, വേഗം വാ, ഞാനിതെത്തി. പിന്നെ പറയാട്ടാ, ഇതാ ആ താഴെ നിട്ടാ നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റോഡ് ഉണ്ട്. ഈ റോഡ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പ്ലാന്റേഷനാണ്. അങ്ങോട്ടേക്കാണ് ശരിക്കും പറഞ്ഞാൽ 2-3 നാൾ മുമ്പ് പോയിട്ടുണ്ട്. അവരെയും കൂടി അവരെ പിറകെയാണ് നമ്മൾ പോകുന്നത്. അവരൊന്നിച്ച് ഇപ്പോൾ എത്തണം. ഞാൻ അങ്ങോട്ടേക്ക് കിടക്കണം കേട്ടോ. എൻ്റെ പിറകെ ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പോൾ നോക്കിയാൽ എന്നെക്കാളും മുമ്പെത്തി. ഇനിയിപ്പോൾ ഞാൻ പോകുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായി ഇങ്ങനെ കാഴ്ചയെല്ലാം കായിട്ട്. അതാ നല്ല കടക്കുന്നുണ്ട് കേട്ടോ. വേറെ 3 ആൾക്കാരുണ്ട് മുമ്പിൽ. ശരിക്കും പ്ലാന്റേഷൻ ഇപ്പം ഗവൺമെൻറ് വിടുന്നില്ലേ, സീസൺ കഴിഞ്ഞിട്ട് വിടുന്നില്ലേ. ഈ സമയത്ത് വന്നാൽ നല്ല മുളിച്ച പറ്റ കിട്ടും കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഹിസ്റ്റോറിക്കൽ പ്ലേസും ഇല്ല, അതും കാണാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞതാ മുളിച്ച പറ്റയിട്ടെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈ സംഭവം. ഇത് കറി വെക്കാനും ടേസ്റ്റാണ്, കഴിക്കാനും ടേസ്റ്റാട്ടോ ഈ സംഭവം. നമ്മൾ എത്തിയിട്ടാ വരത്തൊക്കെ കട്ടിയും പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇല്ലടാ, നല്ല ലുക്കുണ്ട്. വീഡിയോയിൽ നിൽക്കാത്തത് പൊട്ടത്തിൽ നല്ല ലുക്കിലുണ്ട്. അമ്മ പറഞ്ഞ എക്സ്പീരിയൻസ്. നല്ല വ്യൂ അല്ലേ? അതാ നോക്കി, അടിപൊളി വീട്ടാ സത്യമായിട്ടും. നോക്ക് അത്ര കൊറ്റ കിട്ടി. നമ്മളൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി നിൻ്റെ കൊറ്റ കാണിച്ചു കൊടുക്കുക. 2 ഉണ്ട്. നമ്മൾ ഓടിയതാണോ, അവർ കുറച്ച് നേരത്തെ വന്നു. നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് എത്തി. അതല്ലേ, അങ്ങനെ നമ്മൾ ചരിത്ര പ്രാധാന്യമായ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ്. അതൊരു തോണി പോലെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ സ്ഥലത്താണ് ധൂമാവതി തെയ്യമുണ്ട്. നമ്മളെ ഗ്രാമ തെയ്യമാണ് ധൂമാവതി എന്ന് പറയുന്നത്. ധൂമാവതി തെയ്യം ഇവിടെ വന്നിട്ട് മുഖം കഴുകിയിട്ട് തെയ്യത്തിന് വേണ്ട സ്ഥലം എവിടെയാണ് ഇരിപ്പിടമാക്കേണ്ടതെന്ന് നോക്കിയ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നോക്കിയത്. അങ്ങനെയാണ് മുക്കുഞ്ച എന്ന സ്ഥലത്താണ് ധൂമാവതി തെയ്യത്തിൻ്റെ ആ സ്ഥാനം ശരിക്കുള്ളത്. ധൂമാവതി തെയ്യം ഇവിടെ വെച്ചാണ് നോക്കിയത് എന്നാണ് ഐതിഹ്യമുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തോണി പോലെ ഉണ്ട് കേട്ടോ. എല്ലാ സമയത്തും ഏത് വേനൽക്കാലത്തിൽ വെള്ളം അറിയില്ല, വെള്ളം വറ്റാണ്ടിങ് തന്നെ ഉണ്ടാവട്ടെ. അത്രയ്ക്കും ചരിത്ര പ്രാധാന്യമായ സ്ഥലമാണ്. അവിടെ സ്കൂൾ കിട്ടുന്നല്ലേ, നല്ല വ്യൂ നല്ല ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ സ്കൂൾ കാണിക്കാം, നമ്മൾ പഠിച്ച സ്കൂൾ കാണിക്കാം. ഇതാണ് നമ്മൾ പഠിച്ച സ്കൂള്, GHSS വെള്ളൂർ സ്കൂൾ. 1 മുതൽ +2 വരെ ഇവിടെ പഠിച്ചേട്ടാ. അതാ നല്ല വ്യൂ കിട്ടും, നല്ല കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചതല്ല, ഇതിൽ കാണുന്നത് ഇവളിവിടെ പഠിച്ചത്. ഇവനല്ല കേട്ടോ, ഇവരെല്ലാം ഇപ്പോൾ ഇവിടെ പഠിക്കുന്നെന്ന്. റവിയമ്മനും പഠിച്ചത് ഇവിടെ അല്ലേ? റവിയമ്മനും പഠിച്ചത് ഇവിടെ തന്നെ. അവൻ നോക്കുന്നത് ഒന്ന് ഓർമ്മകളായാലും ഓർക്കുന്നുണ്ട്. മൊത്തം കാണുന്നത്. നമ്മൾ ടോപ്പ് പ്ലേസിലെത്തി. ആ ടോപ്പ് പ്ലേസ് കഴിഞ്ഞിട്ട് തന്നെ ഇറക്കോട്ടോ, അങ്ങോട്ടേക്ക് ഇറക്കാം. ഈ ഇറക്കാൻ കഴിഞ്ഞാൽ വേറെ ഇത് കഴിഞ്ഞാൽ പൂത്തപ്പലല്ലേ? ഇത് കഴിഞ്ഞാൽ പൂത്തപ്പലം കിട്ടുന്നല്ലേ? കാനക്കോട് പോത്ത്. നമ്മ ഫസ്റ്റ് എത്തി. നോക്കിയേ, അനങ്ങി വരുന്നുണ്ട്. കുറച്ച് സ്പീഡ് നടന്നൂടെ നമുക്ക്? ഓള് സുന്ദരി ആവത്തോണ്ട് വീഡിയോയിലൊന്നും നിൽക്കല, സുന്ദരിയായിട്ട് നിൽക്കും. ഇതാണ് നമ്മളെ പയം. നമ്മളെ കാസർഗോഡ് ലാംഗ്വേജിൽ ഇതിൽ പയം എന്ന് പറയും കേട്ടോ. പയം, കൊറ്റയും പയം. ഇവിടെ ഒരു സംഭവം കണ്ടുപിടിച്ചിനാവും. ഇക്കൊല്ലം ഈ കൊറ്റ മുളിച്ചിട്ടോ, എല്ലാ കഴിച്ചും നല്ലോണം മുളിച്ചോട്ട് കിട്ടും. ഇവർ കണ്ടുപിടുത്തം വന്നിട്ടുണ്ട്. ഞാൻ പറയാം, ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ കൊറ്റ മുളച്ചോറ്റൊന്നും നമുക്ക് കിട്ടില്ല, കുറച്ചേ കിട്ടിയിട്ടു. അപ്പോൾ ആളൊരു റീസൺ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, കൊറ്റൊക്കെ മുളക്കാനൊന്നുമില്ല, സമയമില്ലാത്തതുകൊണ്ട്. കൊറ്റ ബിസി.
ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് കൊറ്റ. പെറുക്കിന്നല്ല, കൊറ്റക്ക് മുളക്കാൻ ടൈമില്ല എന്നല്ലേ നീ പറഞ്ഞത്. ഉറുമ്പുണ്ട്, ഉറുമ്പ്. ഈ ഉറുമ്പിനെ കണ്ടിട്ടാണ് ഓടിയത് അവര്. നമുക്കും വഴി മാറിപ്പോവാ, ഇല്ലെങ്കിൽ ഉറുമ്പ് നമ്മളെ അറ്റാക്ക് ചെയ്യും. എല്ലാത്തിനും ഉറുമ്പ് അടിച്ചുട്ടാ. ഞാൻ മാത്രം ഉറുമ്പ് അടിക്കാതെ രക്ഷപ്പെട്ടു. നമ്മളെ കയറ്റം കഴിഞ്ഞു. ഇനി ഇറക്കാണ് കേട്ടോ, ഇറക്കം. ഇതാ നോക്കിയത് തായോട്ട് ഇറക്കും, വലിയ ഇറക്കോട്ട്. നല്ല വ്യൂ ഉണ്ട്, നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം. നമ്മളെ സ്വന്തം നാട് നമ്മളെ സ്വന്തം നാട് മറായിഗുഡെ, മരംകുന്ന് പറയും. മറായിഗുഡെ നമ്മൾ കർണാടക, ഞാൻ പറഞ്ഞിട്ട് കന്നഡ ടച്ച് ഉള്ള പേരാണ്, അതുകൊണ്ടാണ് മറായിഗുഡെ. അതെ, അടുക്കത്തൊട്ടി. ഇറങ്ങിയാല് പുതിയൊരു സ്ഥലത്തേക്ക് എത്തൂട്ടാ. നമുക്കിനി ഈലല്ല പോകേണ്ടത്, നമുക്കിത് ഈ ഈല അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇറങ്ങിക്കോ. അല്ല, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. കുറേ ആൾക്കാരെ വരുന്നു, വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആദ്യം നേരത്തെ കാണിച്ചിട്ടേ ആ സ്ഥലത്തേക്ക് കുറേ ആൾക്കാർ വരലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ നാട് കേട്ടാ. ഇതാ നല്ല എല്ലാവരും എന്നെ കളിയാക്കലുണ്ട് അതിൻ്റെ അട്ടപ്പാടിയിൽ നിന്ന്. നോക്കി, ഇതാണ് അട്ടപ്പാടി. ഇതാണ് പ്രകൃതി സുന്ദരമായ സ്ഥലം. നിങ്ങൾക്ക് ഏടെ കിട്ടും? സിറ്റിയിൽ ഏടെ കിട്ടും ഇത്രയും നല്ല വ്യൂ? അവിടെ എത്തിയാൽ റോഡ് എത്തിയിട്ടാ, പിന്നെ നമ്മ എത്താനായി. നല്ല ഇറക്കമുള്ളൂ. അതാ ഓന് നമ്മ നടുക്കുമ്പോൾ അറിയുന്നില്ല, അതാ ഓൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്ര ഇറക്കമുള്ള സ്ഥലം അറിയോ. നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. ചൂടെടുത്തിട്ട് നമുക്ക് കിട്ടിയ കൊറ്റൊക്കെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് കൊറ്റ അത്ര എടുത്തു. നമ്മൾ വീഡിയോക്കാണ് പ്രാധാന്യം കൊടുത്തത്, അതുകൊണ്ട് കൊറ്റയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടാ. അവരെല്ലാം പോകുന്നുണ്ട്, നമുക്ക് പോവാം. സ്കൂൾ ഇതാ ഇവന് ഇവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചയല്ലേ തുറക്കാനുള്ളത് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട്സിനോട്. അതല്ല, ഇത് കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ട്സിനെല്ലാം കാണാൻ അവിടെ പോയിട്ട്. പഠിക്കുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ നോക്കി നിൽക്കാൻ രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അല്ലേ, നമ്മൾ അപ്പുറത്തെല്ലാം കയറിയിട്ട് ഇപ്പുറത്തെല്ലാം ഇറങ്ങുന്നേ. എത്തി, റോട്ടിലേക്ക് എത്തിയിട്ടാ. ഒരു സ്ഥലത്ത് കയറിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടാ. കുറേ പ്രത്യേകത ഉണ്ട്. അമ്മൂന് ഓർമ്മ ഉണ്ടാ? എന്തേ? നമ്മ സ്കൂട്ടി പഠിച്ചത് ഈ റോട്ടിലേട്ടാ. ഇപ്പൊ ഈ റോഡ് നല്ല റോഡാണ്. മുമ്പ് എന്ത് ഒരു ഇതുണ്ടായിട്ടാ, എന്ത് ഡാമറൊന്നും ഇട്ടിട്ടുണ്ടായിട്ടാ. ഫുള്ള് കല്ലായിരുന്നു, കുണ്ടെല്ലാം ഉണ്ടായ റോഡായിരുന്നു, ഓഫ് റോഡായിരുന്നു. ഇത് മാത്രല്ല, ഇതിനകത്ത് അപ്പുറത്തെ ഒരു റോഡും കൂടി കാണിച്ചു തന്നാല് നമ്മ എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആവേണ്ടായിരുന്നു. മൂഞ്ചി നമ്മ നിപ്പിട്ട് ഓടി വന്ന സ്ഥലം എത്തിയിട്ടാ. ഇപ്പൊ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാഞ്ഞ് വന്നത് അങ്ങോട്ട്. ഓടിയിട്ടില്ല, നമ്മ കാസർഗോഡ് പറഞ്ഞു പാഞ്ഞിട്ട് വന്നതാണ്. പാഞ്ഞോണ്ട് വന്നത് ഈ ഇതാണ് കേറിയിട്ട് അപ്പുറത്തെല്ലാം ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മ ഓപ്പോസിറ്റ് രണ്ടാമത് നടന്നിട്ട് ഇങ്ങോട്ടേ തന്നെ എത്തി. ഇന്നത്തെ വീഡിയോ ആയി കഴിഞ്ഞു. നമ്മളെ ഇന്നത്തെ യാത്ര തുറന്നു. ശരിക്കും പറഞ്ഞെങ്കിൽ ട്രക്കിംഗ് പോലെ ഉണ്ടായിട്ടോ. നല്ല വീഡിയോയിൽ അത്ര ഇല്ലെങ്കിലും നമുക്ക് നല്ല എക്സ്പീരിയൻസ് അതിനായിരുന്നു. മുമ്പ് പോയിട്ടുണ്ട്, അത്ര രസം ഉണ്ടായിട്ടല്ല മുമ്പ് പോയതിൻ്റെ ആ ഒരു ഫീല് കിട്ടിയിട്ടാട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതാ ഓക്കെ, ഇന്ന് കൊറ്റക്കറി ആയിരിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.